ഞാൻ മരിച്ചാൽ നീ ഇത് പുറം ലോകത്തെ അറിയിക്കണം. നായയെ നോക്കുന്ന കണ്ണുകൊണ്ടുപോലും എന്നെ നോക്കിയില്ല. എന്റെ വിവരങ്ങൾ തിരക്കിയിട്ടും ആരും മറുപടി പോലും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തെ ആകെ പിടിച്ചുലച്ച ഒരു ശബ്ദ സന്ദേശമാണിത്. ഇത് എന്നെയും നിങ്ങളെയും പോലെ കഴിഞ്ഞ ദിവസം വരെ ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ വിലാപമാണ്. കുടുംബത്തിന് വേണ്ടിയും മക്കളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയും കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച ഒരു സാധാരണക്കാരന്റെ ജീവന് വേണ്ടിയുള്ള പിടച്ചിലാണത്. അയാൾക്ക് നഷ്ടപ്പെടാനേറെയുണ്ടായിരുന്നു. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം, മക്കളുടെ പഠിപ്പ്, അവരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അങ്ങനെ അങ്ങനെ നിരവധി ആവശ്യങ്ങൾ. അവസാനമായി ഉള്ളിലേക്ക് ശ്വാസമെടുത്ത് വിടുമ്പോൾ ആ കണ്ണുകൾ എന്നേക്കുമായി അടയുമ്പോൾ അതുവരെ തന്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നതെല്ലാം ഒരു ഇരുട്ടായി മാറുമ്പോൾ വേണുവിന്റെ ഉള്ളിൽ നിറഞ്ഞത് ഇവയൊക്കെ ആയിരിക്കാം. അതെ സാർ, സിസ്റ്റം വേണുവിനെ കൊന്നുകളഞ്ഞതാണ്. കഴിഞ്ഞ ദിവസമാണ് ആ ദാരുണ സംഭവം നടന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പന്മന സ്വദേശിയായ വേണു ചികിത്സ കിട്ടാതെ മരിച്ചു. വേണുവിന്റെ മരണത്തിൽ ആശുപത്രിയുടെ വീഴ്ച ആവർത്തിച്ച് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നു. ഇതിനിടയിൽ വേണു തന്റെ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശവും പുറത്തു വന്നു. ആ ശബ്ദ സന്ദേശത്തിൽ വേണുവിന് മെഡിക്കൽ കോളേജിൽ കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെന്നത് പകൽ പോലെ വ്യക്തമാണ്. ഹൃദയാഘാതമുണ്ടായ ആൾക്ക് കിടക്ക പോലും കിട്ടിയില്ലെന്നും തുണി വിരിച്ചാണ് കിടന്നതെന്നും വേണുവിന്റെ ഭാര്യ സിന്ധു വെളിപ്പെടുത്തി. വേദന സഹിക്കാൻ കഴിയാതെ വന്നിട്ട് മരുന്നു പോലും നൽകിയില്ല. ജീവനക്കാർ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറി. 5 ദിവസം വേദന സഹിച്ച് ആശുപത്രിയിൽ കിടന്നു. രക്ഷിക്കണമെന്ന് ഡോക്ടർമാരോട് കേണപേക്ഷിച്ചു. വേദന സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പലതവണ പറഞ്ഞിട്ടും മരുന്ന് നൽകാൻ ഡോക്ടർമാർ തയ്യാറായില്ല. പലതവണ ആവശ്യപ്പെട്ട ശേഷമാണ് ICUയിലേക്ക് തന്നെ മാറ്റിയത്. പിന്നീട് വേണുവിനെ പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്ന് കുടുംബത്തെ അറിയിച്ചു. എന്നാൽ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ വേണുവിനെ ബന്ധുക്കളെ കാണാൻ പോലും സമ്മതിച്ചില്ല. പിന്നീട് വെന്റിലേറ്ററിലാക്കിയെന്ന് പറഞ്ഞ വേണുവിനെ കുടുംബാംഗങ്ങൾ കാണുന്നത് മോർച്ചറിയിലാണ്. നെഞ്ചുവേദനയെ തുടർന്നാണ് വേണുവിനെ ചവറ പ്രാഥമിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ആൻജിയോഗ്രാം ചെയ്യേണ്ടതിനാൽ ഇവിടെ നിന്നും വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തെത്തിയ വേണുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ല. അങ്ങനെ കടുത്ത നെഞ്ചുവേദനയുമായി വേണു ആശുപത്രി വരാന്തയിൽ കനിവിനായി കാത്തുകിടന്നത് 6 ദിവസമാണ്. ഒടുവിൽ ആശുപത്രി ജീവനക്കാരുടെ ധാർഷ്ട്യത്തിലും നിഷേധാത്മക മനോഭാവം കാരണം മൂലവും വേണു മരണത്തിന് കീഴടങ്ങി. ഇത്തരം കേസുകളിൽ എത്രയും വേഗം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ഉടനടി ചികിത്സ നൽകുകയാണ് വേണ്ടത്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇന്ന് കേരളത്തിൽ. എന്നിട്ടാണ് നമ്പർ 1 എന്ന് സർക്കാരും ആരോഗ്യമന്ത്രിയും തള്ളിവിടുന്ന കേരളത്തിൽ ഒരു മനുഷ്യൻ 6 ദിവസം ആശുപത്രി വരാന്തയിൽ കിടന്ന് തന്റെ ജീവന് വേണ്ടി പോരാടിയത്. ആൻജിയോഗ്രാം ചെയ്യേണ്ട വ്യക്തിയെയാണ് ചികിത്സ നൽകാതെ കൊന്നത്. ഇത്രയും വലിയ ചതിയാണ് ആശുപത്രിയിലുള്ളവർ കാണിച്ചതെന്നും വേണുവിന്റെ ഭാര്യ സിന്ധു കണ്ണീരോടെ പറഞ്ഞു. ICUയിൽ കയറി കാണാൻ അനുവദിച്ചില്ല. വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിരുന്നു. മരിച്ച ശേഷവും ചികിത്സ തുടരുകയാണെന്ന തരത്തിലാണ് അവർ പ്രതികരിച്ചതെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും സിന്ധു പറഞ്ഞു. വേണുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കുറ്റക്കാരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം. വേണുവിന്റെ ഭാര്യയും 2 പെൺമക്കളും അനാഥരായെന്നും അവർക്ക് നീതി കിട്ടണമെന്നും സഹോദരൻ ബേബി പറയുന്നു. കേരളത്തിലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ളതെന്നാണ് സർക്കാർ പ്രചരിപ്പിക്കുന്നത്. അതിൽ ഒരു തർക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. കാരണം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സർക്കാരുകൾ കേരളത്തിൽ നല്ല ആശുപത്രികൾ വരുന്നതിനായി, ജനങ്ങൾക്ക് നല്ല ചികിത്സ ലഭ്യമാക്കുന്നതിനായി വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെയും ജനാധിപത്യ സർക്കാരുകളുടെയും ശ്രമഫലമായിട്ടാണ് കേരളത്തിലെ ആരോഗ്യരംഗം കെട്ടിപ്പടുത്തത്. അത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം നേട്ടമല്ല. എന്നാൽ ഇതൊക്കെ ഉണ്ടായത് തങ്ങളുടെ മാത്രം ശ്രമഫലമായിട്ടാണ്
എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ സത്യത്തിൽ അത് അങ്ങനെ ആണോ? ഒരിക്കലുമല്ല. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. കഴിഞ്ഞ തവണ, അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ലോകത്തെ പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരി ഉണ്ടായത്. ഇന്ത്യയിൽ തന്നെ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം. പിന്നീട് കേസുകൾ വർദ്ധിച്ചതോടെ ഇതിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ വീഴ്ചകളാണ് ഉണ്ടായത്. ആദ്യം മരണക്കണക്കുകൾ പൂഴ്ത്തിവെച്ചു, സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാൻ ശ്രമിച്ചു. ഇത് കോവിഡ് വലിയ തോതിൽ വ്യാപിക്കാനും ആളുകൾ കൂട്ടത്തോടെ മരണപ്പെടാനും കാരണമായി. എങ്കിലും പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും സർക്കാരിന്റെ കയ്യിൽ നിന്നും എല്ലാം കൈവിട്ടുപോയിരുന്നു. പിന്നെ പലവിധ PR കസർത്തുകളെ പിടിച്ചു നിർത്തിയത് തങ്ങളാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിന്റെ ബലത്തിലാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഉണ്ടായത്. എന്നാൽ കോവിഡിന്റെ മറവിൽ നടത്തിയ അഴിമതി കഥകൾ പിന്നീടാണ് കേരളത്തിന്റെ മുന്നിൽ വന്നത്. ഇപ്പോൾ തുടരുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും ഏറ്റവും കഴിവുകെട്ട വകുപ്പായി മാറിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. തിരുവനന്തപുരത്ത് ചികിത്സ കിട്ടാതെ മരിച്ച വേണു. സംസ്ഥാന സർക്കാരിന്റെ ആശുപത്രികളിൽ ചികിത്സാ പിഴവുകളുടെ ആദ്യത്തെ സംഭവമൊന്നുമല്ല വേണു. മാസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന പരാതി ഉയർന്നത്. നെടുമങ്ങാട് കരിപ്പൂർ കാവുമൂല സ്വദേശി ഷാജഹാന് വിരൽ മാറിയാണ് ശസ്ത്രക്രിയ നടത്തിയത്. 1 മാസം മുൻപാണ് പാലക്കാട് പല്ലശ്ശന സ്വദേശിയായ 9 വയസ്സുകാരിയുടെ കൈ മാറി മുറിച്ചു മാറ്റിയ സംഭവം ഉണ്ടായത്. പരിക്കേറ്റ കൈക്ക് പകരം മറ്റേ കൈയാണ് മുറിച്ചു മാറ്റിയത്. കുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഹർഷിന എന്ന യുവതിയുടെ വയറ്റിൽ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ കത്രിക മറന്നുവെച്ചത്. അതിന്റെ ദുരിതഫലം അനുഭവിക്കുകയാണ് ഇപ്പോഴും ഹർഷിന. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നെയ്യാറ്റിൻകര സ്വദേശിനിയായ യുവതിയുടെ ഇടത് അണ്ഡാശയത്തിലെ മുഴയ്ക്ക് പകരം വലത് അണ്ഡാശയം നീക്കം ചെയ്തത്. വിരലിനു പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവവും കാലിന് പകരം കയ്യിൽ കമ്പിയിട്ട സംഭവവും അടുത്തിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവങ്ങളാണ്. തിരുവനന്തപുരം തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിന് അനക്കമില്ലെന്ന് ഡോക്ടറെ അറിയിച്ചപ്പോൾ ഉറങ്ങുന്നതാകുമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ആലപ്പുഴ പുന്നപ്ര സ്വദേശി 70 വയസ്സുകാരി ഉമൈബ മരിച്ചത് മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ മൂലമാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പ്രതിഷേധിച്ചിരുന്നു. ഗൂഗിളിൽ കയറി കേരളത്തിലെ ചികിത്സാ പിഴവുകൾ എന്ന് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്തു കൊടുത്താൽ കാണാം കേരളത്തിലെ ചികിത്സാ പിഴവുകളുടെ വലിയ ലിസ്റ്റ്. മറ്റൊന്ന്, മതിയായ സൗകര്യങ്ങളോ ഉപകരണങ്ങളോ ഇല്ലാതെ വന്നതോടെ സിസ്റ്റത്തിലെ വീഴ്ചയെ പറ്റി തന്റെ ഫേസ്ബുക്കിൽ എഴുതിയ ഹാരിസ് ഡോക്ടറുടെ അനുഭവം ഓർമ്മയുണ്ടാകും. അദ്ദേഹത്തിനെ കുറ്റക്കാരനാക്കി പൊതുമധ്യത്തിൽ ഇല്ലാതാക്കാനാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമിച്ചത്. എന്നാൽ മാധ്യമങ്ങളും പൊതുജനങ്ങളും ഇതിനെതിരെ തിരിഞ്ഞതുകൊണ്ട് കളം മാറ്റി ചവിട്ടി രക്ഷപ്പെടുകയായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നത് കേരളമാണ് 1ാം നമ്പർ എന്നാണ്. എന്നാൽ ആരോഗ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ സിസ്റ്റം തകരാറിലാണ് മാഡം എന്നതാണ്.